എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറി തയ്യാറാക്കിയാലോ? മൺചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം 1/4 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നിറയെ സവാള അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഈ 3 ടേബിൾ സ്പൂൺ സവാള ഇതിലേക്ക് ചേർക്കാം. സവാളയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 5 or 6 ചെറിയുള്ളി ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുത്ത ശേഷം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ള് ഉലുവപ്പൊടിയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് പൊടികളൊന്ന് മൂത്ത് കഴിഞ്ഞ ശേഷം 2 കുടംപുളി 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് മുമ്പ് തന്നെ കുതിർത്ത് വെച്ചിരുന്നു. അതിൽ നിന്നും പകുതി പുളിവെള്ളമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്ത ആ പുളിവെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ആ പുളിവെള്ളവും ആ 2 കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 650 ഗ്രാം സാൽമൺ ആണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അയലയോ നെയ്മീനോ ചൂരയോ ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു കറി തയ്യാറാക്കാൻ എടുക്കാവുന്നതാണ്. മീനൊക്കെ ചേർത്ത ശേഷം ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇത് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഈ മീനൊന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതേ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് ചുറ്റിച്ച ശേഷം അടച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്